ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെയിലുള്ളപ്പോഴെല്ലാം അഡീനിയം ചെടികളിൽ പൂക്കൾ ഉണ്ടാകുമെങ്കിലും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ധാരാളമായി പൂക്കൾ ഉണ്ടാകുന്നത്. സീഡുകൾ പാകി മുളപ്പിച്ച് ഉണ്ടാകുന്ന അഡീനിയം തൈകൾക്ക് നല്ല കോഡക്സ് ഉണ്ടാകും. പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളിൽ സീഡ്സുകൾ ഉണ്ടാകാറുണ്ട്. എല്ലാ പൂക്കളിൽ നിന്നും ഉണ്ടാകാറില്ല. ചില പൂക്കളിൽ നിന്നും മാത്രമേ സീഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. പലതരത്തിലും നിറത്തിലും ഉള്ള അഡീനിയം ചെടികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അഡീനിയം സീഡുകൾ നട്ടുമുളപ്പിക്കുന്ന തൈകളിൽ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാകും. അതേസമയം തണ്ടുകൾ മുറിച്ച് നട്ടുണ്ടാക്കുന്ന തൈകൾക്ക് മദർ പ്ലാന്റിൻ്റെ അതേ നിറത്തിലും തരത്തിലുമുള്ള പൂക്കളെ ഉണ്ടാവുകയുള്ളൂ. കായ്കൾ ഉണ്ടാകുന്നവയുടെ പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കി ഭാഗങ്ങൾ കരിയാതെ നല്ല പച്ചപ്പോടെ നിൽക്കും. കൊഴിയാതെയും വാടാതെയും കരിയാതെയും നിൽക്കുന്ന ഇതിൽ നിന്നാണ് പുതിയ പൂക്കളിൽ കൃത്രിമ പരാഗണം നടത്തിയും പുതിയ തരത്തിലുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സീഡുകൾ ഉണ്ടായി വരുന്നത് രണ്ടായിട്ടാണ് സീഡുകൾ ഉണ്ടാകുന്നത്. ഒന്ന് രണ്ടും എതിർവശത്തേക്ക് വളർന്നു നീണ്ടാണ് ഇവ വളർന്നു വരുന്നത്. ഒരു സീഡ് വളർന്നു വരുവാൻ ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും. 3 മാസം ആകുമ്പോഴേക്കും പച്ച നിറത്തിൽ പുറം ഭാഗം ചുവന്ന കളറിലാവും. അപ്പോൾ ഇത് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിവയ്ക്കണം. അല്ലെങ്കിൽ ഇവ നന്നായി പാകമാകുമ്പോൾ പൊട്ടി തനിയെ കാറ്റത്ത് പറന്നു പോകും. അപ്പൂപ്പൻ താടി പോലെയാണ് സീഡുകൾ കാണപ്പെടുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പാകി മുളപ്പിച്ച വിത്തുകളാണ്. പാകി മുളപ്പിക്കുന്നതിൻ്റെയും അത് റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും വീഡിയോകൾ ഞാൻ ഇട്ടിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഒരു സീഡ് പൊടി തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവും. 100ഓളം തൈകൾ ഉണ്ട്. 2 തരത്തിലുള്ള ചെടികളുടെ സീഡുകളാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.